ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഇത് നോക്കി, മഴ ഇപ്പോൾ പെയ്യും എന്നും പറഞ്ഞിരുന്നിട്ട് എവിടോട്ടോ പാറിപ്പോയി. പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇത് അമരപ്പയറിൻ്റെ വള്ളിയാണ്. ഇത് നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ്. പക്ഷെ നല്ലതുപോലെ കിളിച്ച് വന്നതായിരുന്നു. എന്ത് ചെയ്യാനാ, പക്ഷേ ഇതിനകത്ത് പൂ മാത്രമുണ്ട്, കാ പിടിക്കുന്നതേ ഇല്ല. പൂവെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ഒന്നോ രണ്ടോ അവിടെ ഇവിടെ എവിടെയെങ്കിലും കാണും, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കാട് പോലെ വെറുതെ ഇങ്ങനെ കിളിച്ച് വരുമോ. അങ്ങനെ പിന്നെ കുറേ വെട്ടിക്കളഞ്ഞിട്ട് അതെല്ലാം അതിലോട്ടാക്കി ഓരോന്നോരോന്നിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട്, പിന്നെ ഈ പാമ്പൊക്കെ ഇങ്ങനെ കയറി വരുന്നൊരു ചൂട് കാരണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് അവിടെ മാറ്റി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് മുളകിൻ്റെ തൈയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കിളിക്കട്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ വഴുതനമാണ്, അതൊക്കെ ആൾക്കാരും നിർത്തി. പിന്നെ അവിടെ കുറച്ച് ചപ്പും കരിയിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി. പിന്നെ രാവിലെ നമുക്കങ്ങനെ അടിച്ചു വാരേണ്ട ആവശ്യം വരാറില്ല, കാരണം രാവിലെ അങ്ങനെ ചപ്പും ഒന്നും കാണാറില്ല നമ്മുടെ മുറ്റത്തെ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ടേ മഴ പെയ്യുന്ന കണക്ക് തന്നെയായിരുന്നു. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ചപ്പുണ്ടായിരുന്നു മുറ്റത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളൊന്ന് അടിച്ചു വാരി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കിനും അടുത്ത മഴ വരുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ നമ്മൾ കുറച്ച് എടുത്ത് മാറ്റി വെക്കണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ വന്ന് ആ മഴയും കോളും കാറ്റും ഒക്കെ എവിടോട്ടോ പാറിപ്പോയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മഴക്കോളും ഉണ്ട് രാവിലെ തന്നെ, ഇപ്പോഴേലും മഴ പെയ്യുമായിരിക്കും. നല്ല കാറ്റുള്ളതുകൊണ്ട് നമ്മുടെ ചെടിയുടെ പുറത്തേക്ക് വേറെ 1-2 ചെടി ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഇതിനടുത്ത് നിന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ.